നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാവ് ശ്രീനിവാസൻ ചോദിച്ചൊരു കാര്യമുണ്ട്. കേരളത്തിൽ എത്ര രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ സജീവ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നുണ്ട്? അപ്പോൾ അതിനുള്ള മറുപടി വളരെ കുറവാണെന്ന് തന്നെയാണ്. കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകളോ അല്ലെങ്കിൽ വലിയ മത്സരങ്ങളോ ഒന്നും കോളേജുകളിലോ സ്കൂളുകളിലോ നടക്കുന്നില്ല. ചെറിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ മാത്രമാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുകയും ചെയ്യുന്നത്. മറ്റുള്ളവരെല്ലാവരും അതിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ട് ആരാണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത് അവരുടെ കൂടെ നിന്ന് പോവുക എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ പുറത്ത് ധാരാളം രാഷ്ട്രീയ പ്രവർത്തകന്മാർ കൊല്ലപ്പെടുന്നുണ്ട്. ആ കൊല്ലപ്പെടുന്നത് ചെറുപ്പക്കാരാണ്. പക്ഷെ എന്നാലും ഇതിലൊന്നും ഭൂരിപക്ഷം ആളുകൾക്കും, പ്രത്യേകിച്ച് ഭൂരിപക്ഷം ചെറുപ്പക്കാർക്കോ വിദ്യാർത്ഥികൾക്കോ യാതൊരു പങ്കുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും ഈ രാഷ്ട്രീയ താല്പര്യം ഇല്ലാതാവുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ വളരെ സുരക്ഷിതമായ മണ്ഡലങ്ങളിലിരിക്കുന്ന വലിയ നേതാക്കളുടെ മക്കൾ ആരും തന്നെ ഈ രാഷ്ട്രീയ താല്പര്യം കാണിക്കാതിരിക്കുന്നു? അവരെല്ലാവരും സുരക്ഷിതമായ രംഗത്തേക്ക് പോകുന്നു. അതേസമയം വളരെ സാധാരണക്കാരുടെ മക്കൾ ആയിട്ടുള്ള ഒരു ചെറിയ വിഭാഗമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതും അതുപോലെ അതിൻ്റെ പേരിൽ രക്തസാക്ഷികളാവുന്നതും അതിൻ്റെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ അവബോധം ഇപ്പോൾ 70കളിലൊക്കെ കേരളത്തിൽ നിലനിന്നതുപോലുള്ള ഒരു വലിയ വളരെ ആരോഗ്യകരമായ രാഷ്ട്രീയ ചർച്ചകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നടക്കാത്തത്? നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയിൽ ജയിലിലായിരുന്ന സമയത്ത് മണ്ടേലയുടെ മോചനത്തിനായി ഈ കൊച്ചു കേരളത്തിൽ ധാരാളം പ്രകടനങ്ങൾ നടന്നിരുന്നു. ഫ്രീ ഫ്രീ നെൽസൺ മണ്ടേല, ഫ്രീ ഫ്രീ നെൽസൺ മണ്ടേല, ഫ്രീ ഫ്രീ നെൽസൺ മണ്ടേല. മണ്ടേലയുടെ മോചനം ഇവിടെ പ്രകടനം നടത്തിയാൽ സംഭവിക്കുമോ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ അതേസമയം ലോക വ്യവഹാരങ്ങളിൽ ആ കാലത്തുണ്ടായിരുന്ന മലയാളി യുവാക്കളുടെ താല്പര്യമാണ് അത് പ്രകടിപ്പിക്കുന്നത്. ലോകത്ത് എവിടെ ഒരു അനീതി ഉണ്ടായാലും അനീതിയെ ചെറുക്കുക എന്നുള്ളൊരു അവബോധത്തോടു കൂടിയായിരുന്നു അന്നത്തെ ചെറുപ്പക്കാർ പെരുമാറിയിരുന്നത്. ഇന്ന് പലസ്തീനിലും ഗാസയിലും ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ അവസാനത്തെ ആശുപത്രി പോലും അവിടെ പൂട്ടി ഉള്ള അവസ്ഥ വരുന്ന സമയത്ത് ഇവിടെ വല്ല രീതിയിലുള്ള പ്രതികരണവും നടക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് നമുക്ക് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഒരു പത്രക്കുറിപ്പ് ഈ അടുത്ത ദിവസം നമുക്ക് പത്രത്തിൽ കാണാൻ സാധിച്ചത്. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയ ഒരു വാർത്ത ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാവുന്നല്ല, എങ്കിലും ആ വാർത്ത വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ ചെറുപ്പക്കാരിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലോ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനോ താല്പര്യം കുറഞ്ഞു വരുന്നു എന്നതാണ് ആ വാർത്ത. അപ്പോൾ ചെറുപ്പക്കാരിൽ താല്പര്യം ജനിപ്പിക്കാനായിട്ട് ബോധവൽക്കരണ പരിപാടികൾ സർക്കാർ ഏജൻസികൾ വഴി നടത്തുന്ന കാര്യവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നു. അപ്പോൾ ഈ വാർത്ത തീർച്ചയായും നമുക്ക് കൺസേൺ ഉണ്ടാക്കുന്നതാണ്, നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന വാർത്തയാണ്.
കാരണം കേരളത്തിൽ 3,60,00,000 വോട്ടർമാരാണ് 2011 സെൻസസ് അനുസരിച്ച് നിലവിലുള്ളത്. അതിൽ 2,93,000 പേർ 18-19 പ്രായത്തിലുള്ള ആളുകളാണ്. അതായത് പുതിയ വോട്ടർമാർ. അപ്പോൾ ഏകദേശം 3 ലക്ഷത്തോളം പുതിയ വോട്ടർമാരുണ്ട്. വോട്ടർമാരുടെ സംഖ്യയിലെ 15% 29 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ 16% വോട്ടർമാർ, കേരളത്തിലെ വോട്ടർമാർ ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാനും വോട്ട് ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു എന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും 15%-17% വോട്ടർമാർ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടാതിരിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ അപകടങ്ങളുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ താല്പര്യമില്ലാത്തത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ഒരു തലമുറ കേരളത്തിലെ ജനങ്ങൾ വലിയ രാഷ്ട്രീയ പ്രബുദ്ധരുള്ളവരാണെന്നാണ് നമ്മൾ നേരത്തെ കണക്കാക്കിയിരുന്നത്. അത് സത്യമായിരുന്നു താനും. കാരണം ഒരു 20 വർഷം പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 30 വർഷം പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ, അന്നത്തെ ചെറുപ്പക്കാരെല്ലാവരും തന്നെ അവരുടെ സ്കൂൾ കാലഘട്ടം മുതൽ ഈ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. കൃത്യമായി തന്നെ എല്ലാ രാഷ്ട്രീയ സംഭവവികാസങ്ങളും വളരെ കൃത്യമായി അനലൈസ് ചെയ്യുകയും അതുപോലെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങളുണ്ടായിരുന്നു. അതില്ലാത്ത ആളുകൾ അതിൻ്റെ കൃത്യമായ നിലപാടുകൾ എന്താണെന്നുള്ളത് വലിയ ചർച്ചകളിലൂടെയാണ് വളരെ ചെറിയ നമ്മുടെ നാട്ടിൻപുറത്തെ വായനശാലകളിലും ക്ലബ്ബുകളിലും അതുപോലെ നമ്മുടെ സാധാരണ കടത്തണ്ണകളിൽ നിന്നുള്ള ചർച്ചകൾ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായിരുന്നു. പക്ഷെ അതിന് വലിയ ഗുണങ്ങളുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ചർച്ചയിലൂടെ വലിയ രീതിയിൽ രാഷ്ട്രീയം വിമർശിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രക്രിയ അന്ന് ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തപ്പെടുകയും അതനുസരിച്ചിട്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രക്രിയ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഇതിപ്പോൾ കേരളത്തിൽ മാത്രമുള്ളൊരു പ്രതിഭാസമായിട്ട് തോന്നുന്നില്ല. ഇന്ത്യ ഒട്ടാകെ തന്നെയുള്ളൊരു പ്രതിഭാസമാണ്. ഇന്നത്തെ യുവജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ, അതായത് അവരുടെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ച് അല്ല അവരുടെ രാജ്യത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ പോയാലും അവർക്ക് കുഴപ്പമില്ല എന്നൊരവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഭരണകർത്താക്കളുടെ അവരുടെ മുകളിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടാതെ പോകുന്നു. അങ്ങനെ പരിശോധിക്കപ്പെടാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭരണത്തിൽ വരുന്ന ആളുകളുടെ ഇപ്പോൾ നമ്മൾ വോട്ടിംഗ് ശതമാനം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 60%-70% ആളുകളാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 100% ആളുകൾ ഒരിക്കലും വോട്ട് ചെയ്യാറില്ല. 90% പേരും വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പുകൾ അപൂർവമാണ്. അപ്പോൾ 62% അല്ലെങ്കിൽ 72% വരെ ഉള്ള വോട്ടർമാരാണ് നമ്മളെ ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ 72% ഇപ്പോൾ 4-5 കാൻഡിഡേറ്റ്സിൽ അതിൽ ഭൂരിപക്ഷം വരുന്ന ആളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ജനപ്രതിനിധിയാവുന്നത്. അപ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന കിട്ടുന്ന വോട്ട് ചിലപ്പോൾ 30%-35%, ഏത് ഈ വോട്ട് രേഖപ്പെടുത്തിയ 72%-ന് 32%, 34% അല്ലെങ്കിൽ 40% ഒക്കെയാണ് വോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ജനാധിപത്യമാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും.
അപ്പോൾ ജയിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആ ജനപിന്തുണ, അവരുടെ മണ്ഡലത്തിൽ അവർക്കുള്ള ജനപിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 20%-30% ജനങ്ങളുടെ പിന്തുണയാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇന്ന് നിലവിൽ ആ വോട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഈ രീതിയിൽ ചെറുപ്പക്കാർക്ക് തിരഞ്ഞെടുപ്പിനുള്ള വിമുഖത, അവർക്ക് ഇലക്ഷൻ വോട്ടേഴ്സ് ID കാർഡ് എടുക്കാൻ പോലും താല്പര്യമില്ല എന്ന് വരുമ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾ തിരഞ്ഞെടുപ്പിനോട് പിന്തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ അവസ്ഥ ഒരിക്കലും തന്നെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിനും ഭൂഷണമായിട്ടുള്ളതല്ല. ഒരു ജനാധിപത്യ സംവിധാനവും ശക്തിപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള വിമുഖത ഗുണം ചെയ്യില്ല. വോട്ടിംഗ് കാര്യങ്ങളിൽ അതുപോലെ തന്നെ ആര് ഭരിക്കണം, ഭരിക്കുന്നവരുടെ നിലപാടുകൾ എന്താണ്, അത് എതിർക്കുന്നവരുടെ നിലപാടുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായ ധാരണയുള്ള ഒരു പൊതുസമൂഹത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ നല്ല ഭരണാധികാരികളെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരുന്ന രീതിയിൽ ഈ 10-17% വോട്ടർമാർക്ക്, അതും ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടർമാർ, അവരാണ് ഭാവിയിലുള്ള നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ നിയന്ത്രിക്കേണ്ടതും അതുപോലെ അതിൽ വലിയ സംഭാവന നൽകേണ്ടതും ഈ ചെറുപ്പക്കാരാണ്. അപ്പോൾ ആ താല്പര്യം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരിക്കലും ജനാധിപത്യത്തിന് ശുഭകരമായ കാര്യമല്ല. അതിനാൽ തന്നെ ഈ കൂടുതൽ ബോധവൽക്കരണം ഈ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കേണ്ടതായിരിക്കുന്നു. അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിൽ അവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ സുതാര്യതക്കും അതുപോലെ ജനാധിപത്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും അത് വലിയ അപകടമായി തീരും.